നമ്മളിപ്പോൾ അഫാൻ്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളൊന്നിച്ച് ഇതുവരെയൊന്നും ഉമ്മ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും ഉമ്മയൊന്ന് കാണാമെന്ന് കരുതി. മനസ്സിലായോ? മനസ്സിലായോ? അമ്മയ്ക്ക് ഇപ്പൊ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ നമ്മളോട് ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ഷെബാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണോ ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയോട് പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. അമ്മയ്ക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഫഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക. നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കുക. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? അന്ന് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല. ഇവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ? എന്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കില എന്റെ മൂത്തോ ഇളയോ മരിച്ചു. ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുടിച്ച് ഞാൻ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ. ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ. ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം. നമുക്ക് വിട്ടു. എനിക്കൊന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ അതേ ഉള്ളു. അതെ, താങ്കളെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ഓർമ്മയെന്ന് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഉമ്മയുടെ ഓർമ്മകളിൽ ഇങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഉമ്മ ഇങ്ങനെ പറയുന്നത്. അതെ അങ്ങനത്തെ കൊണ്ട് ആയിരിക്കണം. ശരി, വാതിലടച്ചോളൂ. മോളെ പേരെന്താ? വൈഗ. വൈഗ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആലന്തറ. സ്കൂളിൽ പോയ സമയമായില്ലയോ? ബസ് അയ്യോ എന്റെ ഇനിയിപ്പോ എങ്ങനെ ബസ് കൊണ്ടുവിടും? ഞാൻ എന്നെ കാണാൻ നിന്നാന്നോ? അയ്യോ ഓക്കെ. അപ്പൊ മോളെ സന്തോഷം. പിടിക്കാനോ പഠിക്കാൻ? അപ്പൊ ഇതൊന്ന് ഒരു നല്ല പടം എടുത്തേ. ഓക്കെ, നല്ല ചിരിച്ചോണ്ടിരുന്നല്ലോ, സ്മാർട്ടായിട്ട് ഒരു കോളിനോസ് പുഞ്ചിരി. ഓക്കെ, ചിരി വന്നല്ലോ. ഓക്കെ, താങ്ക് യു മോളെ. ഓക്കെ. അപ്പൊ നമുക്ക് ജലീലല്ലേ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒന്നും എങ്ങും കൊണ്ടുപോകാനില്ലാതിരുന്നപ്പോൾ അദ്ദേഹമാണ് എങ്ങും കൊണ്ടുപോയി ഇടമല്ലായിരുന്നു. പുള്ളിക്കാരനാണ് ഇത് വന്ന്. ജലീലെ വളരെ സന്തോഷം, നല്ല കാര്യമാണ്. 24 ന്യൂസിലെ മണിക്കുട്ടൻ പുല്ലയിൽ അദ്ദേഹം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇന്നതുപോലെ എത്തിക്കണമെന്ന് പറഞ്ഞു.
ഏറ്റെടുക്കാൻ ആരുമില്ല, ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ മണിക്കുട്ടൻ നമ്മുടെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സഹായവും. കാര്യമായിട്ട് നോക്കുക എല്ലാവർക്കും വേണ്ടി കേരളത്തിന്റെ എനിക്കറിയാം മണിക്കുട്ടനെ എനിക്കറിയാം. അപ്പൊ കേരളത്തിന്റെ മനസാക്ഷി മൊത്തം ഈ ഉമ്മയുടെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് താങ്കൾ നന്നായിട്ട് നോക്കുക ഉമ്മയെ കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു റിക്വസ്റ്റ് കൂടെ. നമ്മുടെ വാടക കെട്ടിടത്തിലാണ്. അപ്പൊ മെയ് 31 മുമ്പ് പിന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറണമെന്നൊക്കെ ഉള്ള സർക്കാരിന്റെ ഓർഡറൊക്കെ ആയി. ദൈവം സഹായിച്ച് എങ്ങനെയെങ്കിലും നമുക്കൊരു വസ്തുണ്ട് ബിൽഡിംഗ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോറി കൂടെ നമ്മുടെ പ്രേക്ഷകരോടെങ്കിലും നമുക്ക് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ ഉമ്മ നന്നായി നോക്കുന്നുണ്ടല്ലോ. അപ്പൊ തുടരുക. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് പരമാവധി എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ കേട്ടോ. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇത് കുത്തനെയുള്ള ഒരു ഇറക്കത്തിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. അത്ര നമ്മുടെ സ്റ്റെപ്പുകൾ കുറച്ച് പ്രശ്നമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വാർത്തകൾ അവസാനിക്കുന്നില്ല. നമ്മൾ എന്തായാലും ആഫാന്റെ ഉമ്മയെ കണ്ടു. വല്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ് ഉമ്മയ്ക്ക്. എനിക്കൊന്ന് ഒരു അർത്ഥ ഓർമ്മയിലാണ് ഉമ്മ സംസാരിച്ചെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല. പിന്നെ അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മടങ്ങിയത്.